ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ആസിഡുകളും ബേസുകളും എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്, പാർട്ട് 2 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ എന്ന് പറയുന്നത് വരെയാണ് നമ്മൾ നോക്കിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഭക്ഷ്യവസ്തുക്കളിലൊക്കെ പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലൊക്കെ എന്തുണ്ട്, ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ട്, അതായത് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതിൽ നമുക്കറിയാം. അപ്പോൾ ഏതൊക്കെ ആസിഡ്, ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ ഏതൊക്കെ ആസിഡുകളാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് ഈ ബോക്സിൽ നിന്ന് നോക്കാം. മോര്, തൈര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, വാളൻപുളിയിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ്, ആപ്പിളിലാണെങ്കിൽ മാലിക് ആസിഡ്, നെല്ലിക്കയിലാണെങ്കിൽ അസ്കോർബിക് ആസിഡ്, തക്കാളിയിലാണെങ്കിൽ ഓക്സാലിക് ആസിഡാണ്. അപ്പോൾ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ ഏതൊക്കെ ആസിഡാണ് നമ്മൾ പറഞ്ഞു. ഇനി ഇത് നന്നായി കാണാതെ പഠിക്കുക. ബൈ ഹാർട്ട് ചെയ്യുക. എക്സാമിന് ചോദിക്കും, ഈ ഒരു വസ്തു തന്നിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ഇനി പാൽ തൈരാകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. അപ്പോൾ ഈ തൈരിന് എങ്ങനെയാണ് പുളിരുചി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, പാലിനെ തൈരാക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക, തിളപ്പിച്ചാറിയ പാലിലേക്ക് അല്പം തൈര് ചേർക്കും. ഒറയൊഴിക്കുക എന്നൊക്കെ പറയും, തൈര് ചേർക്കും. ഈ തൈരിലുള്ള ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ പാലിൽ നിന്ന് പോഷണം കണ്ടെത്തുന്നതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡിൻ്റെ പ്രസൻസാണ് തൈരിന് പുളിരുചി നൽകുന്നത്. ഈ ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ, ഭക്ഷ്യവസ്തുക്കളിൽ സാധാരണയായിട്ട് വീര്യം കുറഞ്ഞ ആസിഡാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതായത് നമുക്ക് പ്രശ്നമില്ല, അത് കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ വീര്യം കൂടിയ ആസിഡുകളാണ്. അത് ഏതൊക്കെയാണ്, ബേസുകളും ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ആസിഡുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകളാണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വാർത്ത, ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ആനക്കയം, ആസിഡ് തെറിച്ച് വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റു. റബ്ബർ പാൽ കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ഫോമിക് ആസിഡിൻ്റെ ടിന്ന് തുറന്നപ്പോഴായിരുന്നു അപകടം. അപ്പോൾ എന്താണ്, നമ്മൾ ആസിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം അല്ലേ. കാരണം രാസവസ്തുക്കൾ നമുക്ക് എന്താണ്, അപകടകാരികളാണ്. അതായത് നമ്മൾ ആസിഡ് എടുക്കുമ്പോൾ ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. അതുപോലെ കൈകൊണ്ട് തുടരുത്. അതുപോലെ മണത്ത് നോക്കാനോ രുചിച്ച് നോക്കാനോ ഒന്നും പാടില്ല. ആസിഡിൻ്റെ കുപ്പിയിൽ നിന്ന് അത് എടുക്കുമ്പോൾ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് എടുക്കുക. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ എന്ത് ചെയ്യുക, ഹോൾഡർ ഉപയോഗിക്കുക. അപ്പോൾ ഈ വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനുള്ള കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊള്ളലുണ്ടാക്കും. അതുകൊണ്ട് പൊള്ളലേറ്റ ഭാഗത്ത് എന്ത് ചെയ്യുക, നന്നായി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകണം എന്നാണ് പറയുന്നത്. ആസിഡ് വീണാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത് നോക്കാം. നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകളും ബേസുകളും പറഞ്ഞില്ല. അപ്പോൾ ഈ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകളും ബേസുകളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് സൂചകങ്ങളുണ്ട്. അതായത് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലീൻ, നീല ലിറ്റ്മസ്, ചുവപ്പ് ലിറ്റ്മസ്, ഇതൊക്കെ എടുത്തിട്ട് ഈ ആസിഡിലും ബേസിലും ഇട്ട് നോക്കിയിട്ട് എന്താണ് നിറം മാറ്റം എന്നുള്ളത് നിരീക്ഷിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മീഥൈൽ ഓറഞ്ച് എടുക്കുക. ആസിഡായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്, സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ബേസായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കും സൾഫ്യൂരിക് ആസിഡിലേക്കും മീഥൈൽ ഓറഞ്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇളം പിങ്ക് നിറമാണ് കിട്ടുക, റെഡ് കളറാണ് കിട്ടുക. സോഡിയം ഹൈഡ്രോക്സൈഡിലേക്കും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്കും മീഥൈൽ ഓറഞ്ച് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ കളറും കിട്ടും. അതേപോലെ ഫിനോഫ്തലിൻ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിലും ഇട്ട് കഴിഞ്ഞാൽ കളർലെസ് ആണ്. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും ആണെങ്കിൽ ഒരു ഇളം പിങ്ക് നിറം, റെഡ് കളർ. ഇളം പിങ്ക് എന്ന് പറഞ്ഞാൽ റെഡാണ് ഉദ്ദേശിക്കുന്നത്, റെഡ് കളർ. ഇനി അടുത്തത് നീല ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും ഇട്ട് കഴിഞ്ഞാൽ നീല ലിറ്റ്മസ് എന്തായി മാറും, ചുവപ്പായി മാറും. ചുവപ്പ് നിധി കൊടുക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും അങ്ങനെ തന്നെ നിൽക്കും, നീല കളറിനെ ആയിരിക്കും. ചുവപ്പ് ലിറ്റ്മസ് ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും അതേപോലെ തന്നെ ചുവപ്പ് നിറമായിട്ട് തന്നെ നിൽക്കും. സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും ചുവപ്പ് ലിറ്റ്മസ് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറും, നീലയായി മാറും.
ഇനി ഇവിടെ ശരീരത്തിനുള്ളിലും ആസിഡോ. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ആസിഡിറ്റി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവ അവയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കാൻ കഴിവുള്ള ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ആമാശയത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ദഹനത്തെ സഹായിക്കാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, നമുക്ക് ചില സമയങ്ങളിൽ നെഞ്ചരിച്ചിലും പുളിച്ചു തികട്ടലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഡോക്ടർമാർ എന്താണ് നമുക്ക് ചെയ്യുക, ആൻറ്റാസിഡുകൾ എന്നുള്ള പറഞ്ഞിട്ടുള്ള മരുന്നുകളാണ് ഇതിന് നമുക്ക് എഴുതി തരാറുള്ളത്. ഇനി ഇവിടെ ആസിഡും ലോഹങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമാണ്. അതായത് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുന്നുണ്ടോ ഒക്കെ നോക്കാൻ നമ്മളോട് ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ കാൽ ഭാഗം എന്ത് ചെയ്യുക, നേർപ്പിച്ച അസറ്റിക് ആസിഡ്, അതായത് വിനാഗിരി എടുക്കുക. നേർപ്പിച്ച അസറ്റിക് ആസിഡ് ആണല്ലോ വിനാഗിരി. അപ്പോൾ വിനാഗിരി എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, 3-4 കഷ്ണം മഗ്നീഷ്യം റിബണിൻ്റെ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം എന്ത് ചെയ്യുക, തള്ളവിരൽ കൊണ്ട് നമ്മൾ പെരുവിരൽ കൊണ്ട് എന്ത് ചെയ്യുക, അടിച്ചു പിടിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, അതായത് ഈ ആസിഡ് എന്ത് ചെയ്യും, അസറ്റിക് ആസിഡ് എന്താ ചെയ്യും, മഗ്നീഷ്യവുമായി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും, വാതകം ഉണ്ടാവും. അതായത് ടെസ്റ്റ് ട്യൂബിൽ നിന്ന് എന്ത് ചെയ്യുക, കുമിളകൾ ഇങ്ങനെ പൊങ്ങുന്നത് നമുക്ക് കാണാനും പറ്റും. അതുപോലെ നമ്മളെ പെരുവിരൽ കൊണ്ട് നമ്മൾ അമർത്തി പിടിക്കുമ്പോൾ ആ വാതകം വരുന്നതിൻ്റെ ഫലമായിട്ടൊരു തള്ളലും അനുഭവപ്പെടും. ഇനി നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് കാണിക്കുകയാണെങ്കിലോ, തീപ്പെട്ടിക്കൊള്ളി എന്ത് ചെയ്യും, കുറച്ച് ശക്തിയിൽ കത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ആസിഡുകൾ എന്ത് ചെയ്യും, ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്, ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്, അല്ലെങ്കിൽ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞതിൻ്റെ, നമുക്ക് ഒന്ന് പുളിരുചി ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പോയിൻറ്റും കൂടെ എഴുതി കൊടുക്കുക. ആസിഡ് എന്ത് ചെയ്യും, ലോഹങ്ങളുമായി പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ 2 സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അത് എന്താണ് അങ്ങനെ വരാൻ കാരണം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അതെന്തുകൊണ്ടാണ്, നമുക്കറിയാം അച്ചാറിൽ എന്താ ഉള്ളത്, വിനാഗിരി, സുർക്ക, മറ്റേതാണ് അസറ്റിക് ആസിഡാണ്. അപ്പോൾ ഈ ആസിഡ് എന്ത് ചെയ്യും, ലോഹവുമായി പ്രവർത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യും, രാസപ്രവർത്തനം നടക്കുമ്പോൾ അത് കെമിക്കലാണ്, പിന്നെ ആ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് തൈര്, മോര് ഇവ ചേർത്ത കറികളൊക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നത്, മൺപാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വിനാഗിരിയുടെ ഉപയോഗങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം അച്ചാറുകളിൽ ഉപയോഗിക്കാൻ തന്നെയാണ് അത് കൂടുതലായിട്ടും. പിന്നെ ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സിങ്കൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി ആസിഡുകളുടെ ഉപയോഗങ്ങൾ, അസറ്റിക് ആസിഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അച്ചാറുകളിൽ, അതേപോലെ ഫുഡിലൊക്കെ ചേർക്കും. ഫോമിക് ആസിഡ് എന്താണ്, കഴിഞ്ഞ പടത്തിൽ പഠിച്ചില്ലേ, ഫോമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാകാൻ, സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ, സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാക്ടീരിയയിലും രാസവള നിർമ്മാണത്തിനും, നൈട്രിക് ആസിഡ് ആണെങ്കിൽ രാസവളം, പെയിൻറ്റ്, ചായങ്ങൾ, ടാനിക് ആസിഡ് ആണെങ്കിൽ തുകൽ, മഷി എന്നിവയുടെ നിർമ്മാണം. അതുപോലെ കാർബോണിക് ആസിഡ് ആണെങ്കിൽ എന്താണ്, പാനീയങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ്. അതായത് നമ്മൾ ഈ 7up നമ്മൾ വാങ്ങുന്ന ബോട്ടിലൊക്കെ അതൊക്കെ കാർബോണിക് ആസിഡാണ് അതിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസിഡിൻ്റെ ഉപയോഗങ്ങൾ നന്നായി മനസ്സിലാക്കുക, ഓരോ ആസിഡിൻ്റെയും ഉപയോഗം നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് പേജിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ആസിഡിൻ്റെ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞ് ബേസിൻ്റെ ഉപയോഗമാണ് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. ബേസ് എന്ന് പറയുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ, അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ, അലുമിനിയം ഹൈഡ്രോക്സൈഡും മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡൊക്കെ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആസിഡിൻ്റെയും ബേസിൻ്റെയും ഉപയോഗങ്ങളും പഠിച്ചു. ഇനി നമുക്ക് സോപ്പ് നിർമ്മിക്കാം എന്ന് പറഞ്ഞിട്ട്, സോപ്പ് നിർമ്മാണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനാവശ്യമായ സാമഗ്രികൾ: കാസ്റ്റിക് സോഡ 180 ഗ്രാം, വെളിച്ചെണ്ണ 1 കിലോഗ്രാം, വെള്ളം 350 ഗ്രാം, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ 100 ഗ്രാം, അതുപോലെ കളറും പെർഫ്യൂമും വേണം. ഇനി എങ്ങനെ നിർമ്മിക്കുന്നത്, നമ്മളൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. അപ്പോൾ ഈ കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ താപം പുറത്ത് വരും, അതായത് കുറച്ച് ചൂടുണ്ടാകും. അപ്പോൾ അത് തണുക്കാൻ വെച്ചതിന് ശേഷം ഒരു പരന്ന പാത്രത്തിൽ എടുത്ത് വെച്ച വെളിച്ചെണ്ണയിലേക്ക് ഇത് സാവധാനം ചേർത്ത് ഇളക്കുക. എന്നിട്ട് പിന്നെ സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോപ്പിൻ്റെ ഭംഗിക്കും കളറിനൊക്കെ വേണ്ടിയിട്ട് പെർഫ്യൂമും അതുപോലെ ചേർത്ത് കൊടുക്കാനുള്ളതൊക്കെ കളറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് ഈ കുറുകിയ മിശ്രിതം എന്ത് ചെയ്യുക, മോൾഡിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കുക. അതായത് സോപ്പിൻ്റെ മോൾഡിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് അത് ഉറച്ചതിൻ്റെ ശേഷം പിന്നെ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ സ്കൂളിലത് ചെയ്യുമായിരിക്കും സോപ്പ് നിർമ്മാണമൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് മഞ്ഞൾ ഒരു പ്രകൃതിദത്ത സൂചകം. അപ്പോൾ നമുക്കറിയാം ആസിഡുകളെ തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് ചെമ്പരത്തിപ്പൂ ഉരതിയിട്ട് നമുക്ക് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായിരുന്നു, ആസിഡിനെ തിരിച്ചറിയാനാണ്. ഇനി ബേസിനെ തിരിച്ചറിയാനുള്ള ഒരു സൂചകമാണ് മഞ്ഞൾ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളിപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യും, അപ്പോൾ നമ്മൾ ഡ്രസ്സിൽ എന്തെങ്കിലും മഞ്ഞ കറിയോ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മഞ്ഞ കറിയൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡ്രസ്സ് നമ്മൾ അലക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ സോപ്പ് തേക്കുമ്പോൾ ആ മഞ്ഞളായ ഭാഗം എന്തായി മാറുക, സോപ്പ് തട്ടുമ്പോൾ മഞ്ഞളായ ഭാഗം എന്ത് കളറായി മാറാറ്, റെഡ് കളറാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് നോക്കുക, മഞ്ഞ കളറായ അപ്പോൾ കാണും ഒരു റെഡ് കളറായിട്ടുണ്ടാവും ആവും. അതായത് ഒരു ഇളം പിങ്ക്, റെഡ് എന്ന് പറയാം, ഇളം പിങ്ക് നിറം ആയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ്, നമുക്കറിയാം മഞ്ഞൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസിനെ തിരിച്ചറിയാനുള്ളൊരു സൂചകമാണ്. അപ്പോൾ സോപ്പ് എന്താണ്, ആൽക്കലി ആൽക്കലി സ്വഭാവമുള്ളതാണ്. അപ്പോൾ സോപ്പ് ആൽക്കലി ആയതുകൊണ്ടാണ് എന്തായത്, ഇളം പിങ്ക് നിറം ആയത്, മഞ്ഞൾ ആയ സ്ഥലത്ത് ഇളം പിങ്ക് നിറം ആയത്. അപ്പോൾ ഇനി നമ്മളോട് ഇതേപോലെ പ്രകൃതിദത്ത സൂചകങ്ങളായിട്ട് നമുക്ക് ഇങ്ങനത്തെ കളറുള്ള ചെടികളുണ്ടാവില്ല, അതായത് ചുവന്ന ചീര, അതുപോലെ നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്, ബീട്രൂട്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കി നോക്കിയിട്ട്, അതായത് കടലാസിൽ ഉരച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് വിവിധ ആസിഡ് സ്വഭാവം, കുറേ പദാർത്ഥങ്ങൾ എടുത്തിട്ട് ആസിഡ് സ്വഭാവം ആൽക്കലി സ്വഭാവമുള്ള വിവിധ പദാർത്ഥങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലിട്ട് നോക്കിയിട്ട് ഏതാണെന്നുള്ളത് നിങ്ങളോട് തിരിച്ചറിഞ്ഞിട്ട് ഈ പട്ടിക, അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, സസ്യഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവിക നിറം എന്താണ്, ആസിഡിലെ നിറം ഏതാണ്, ബേസിലെ നിറം ഏതാണെന്ന് പറഞ്ഞിട്ടൊരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. നമുക്ക് ഈ ചുവന്ന ചീര, അതുപോലെ ചുവന്ന ക്യാബേജൊക്കെ ഉണ്ടല്ലോ, ക്യാബേജ്, ബീട്രൂട്ട്, അതൊക്കെ അതുകൊണ്ടൊക്കെ കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ, ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി ഉള്ളത് ടെക്സ്റ്റൽ ആക്ടിവിറ്റീസാണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.